ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന സിനിമ കാൻസിൽ ഇന്ത്യയുടെ ഒഫീഷ്യൽ സെലക്ഷനായിട്ട് പോയിട്ട് അവാർഡ് ജയിച്ചിരിക്കുന്ന പായൽ കപ്പാഡിയ സംവിധാനം ചെയ്തിരിക്കുന്ന ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ് മൂവിയെ കുറിച്ചാണ്. അപ്പോൾ ഇതെനിക്ക് തിയേറ്ററിൽ നിന്ന് കാണാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. ഈ 2 ദിവസം മുമ്പേ ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ ഈ സിനിമ റിലീസായതിനു ശേഷമാണ് ഈ സിനിമ കണ്ടത്. ഒട്ടുമിക്ക മുംബൈയുടെ കഥ പറയുന്ന ഇൻഡിപെൻഡൻറ്റ് മൂവീസ് ആയിരിക്കുന്ന അല്ലെങ്കിൽ പല മനുഷ്യരുടെയും സ്റ്റോറീസ് പറയുന്ന സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതിലെനിക്ക് ഏറ്റവും എൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന, സ്ട്രൈക്കിംഗ് ആയി നിൽക്കുന്ന, ഹോണ്ടിങ് ആയി നിൽക്കുന്ന ഒരു സിനിമ ഉണ്ട്. അത് കണ്ടിട്ടില്ലാത്ത ആൾക്കാർ തീർച്ചയായിട്ടും അത് പോയിട്ട് കാണുക. ധോബി ഘട്ട്. ആ സിനിമ അമീർ ഖാൻ അഭിനയിച്ചിരിക്കുന്ന, അമീർ ഖാൻ്റെ വൈഫാണ് ആ സമയത്ത് ഇപ്പോഴത്തെ എക്സ് വൈഫും ആ സമയത്തെ വൈഫും ആയിരുന്ന കിരൺ റാവു ആണ് ആ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. എന്തൊരു ക്ലാസിക്കാണ് ആ സിനിമ. ആ സിനിമയുടെ കാര്യം ഈ സിനിമയുടെ റിവ്യൂവിന് മുമ്പേ ഞാൻ പറഞ്ഞത് ഒരു റീസൺ ഉണ്ട്. എന്താണ് ഞാൻ പറഞ്ഞുതരാം. ഈ സിനിമ 2 മലയാളി നേഴ്സുമാരുടെ കഥയാണ് മെയിൻലി പറയുന്നത്. അവരുടെ ഒരു ജീവിതം, കഥയല്ല, അവരുടെ ഒരു ജീവിതം കാണിക്കുകയാണ് മുംബൈ പോലുള്ള ഒരു സിറ്റിയിൽ. അപ്പം വളരെ ആർട്ടിസ്റ്റിക് രീതിയിലാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൈൻഡ് ഓഫ് ഫിലിം മേക്കിംഗ് രീതിയാണ്. ആർട്ടിസ്റ്റിക് ആയിട്ട് ഒരു സിനിമേനെ അപ്രോച്ച് ചെയ്ത് ഏറ്റവും നാച്ചുറലായിട്ടുള്ള മൂമെൻറ്റ്സ് ഒപ്പിയെടുക്കുക, യാതൊരുവിധ ചായവും പൂശാതെ റിയലായിട്ട് കാര്യങ്ങൾ കാണിക്കുക. ആ റിയാലിറ്റിയിൽ ഞാൻ ഒരുപാട് എൻജോയ്മെൻറ്റ് കാണാറുണ്ട്. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ധോബി ഘട്ടൊക്കെ വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ സിനിമ ഒന്നുമല്ല. മേ ബി ഇതൊരു അൺപോപ്പുലർ ഒപ്പീനിയൻ ആയിരിക്കാം. ഈ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് യു ക്യാൻ കമൻറ്റ് ഓൺ ബിലോ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടിട്ട് വരെ എനിക്ക് തോന്നിയത് എന്താണ് ഇതിലുള്ളത്, വാട്ട് ഈസ് ദെയർ ഇൻ ദിസ് മൂവി, ഇറ്റ്സ് നോട്ട് ഈവൻ കണക്റ്റിംഗ് വിത്ത് മീ. അങ്ങനെയാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തോന്നിയത്. എന്തോ അവരുടെ ഒരു ജീവിതം ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ കണ്ടു നിൽക്കാൻ നല്ലതായിരുന്നു. പക്ഷെ ചില സമയത്തൊക്കെ ഭയങ്കര ഓവർലി എക്സാജുറേറ്റഡ് ആയിട്ട് ഇമോഷൻസിനെ കാണിക്കുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. ഇത് ഈ കാലത്തെ മുമ്പേ തന്നെ അല്ലേ, അല്ലെങ്കിൽ മുന്നത്തെ എന്തെങ്കിലും കാലത്തെ ആണോ? കാരണം ഷെയ്ൻ നിഗത്തിൻ്റെ സിനിമയുടെ കാര്യമൊക്കെ അവിടെ പറയുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഒരു 80s-ലോ 75-ലോ മറ്റേ മുംബൈയിലേക്ക് പോയിരിക്കുന്ന 2 നേഴ്സുമാരുടെ കഥ പോലെ ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അവരുടെ വേ ഓഫ് എക്സ്പ്രസിങ് ഇമോഷൻസ്, അല്ലെങ്കിൽ ഇവർക്ക് വല്ല 70 വയസ്സോ മറ്റോ വേണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണോ ഇതൊക്കെ? ഒരു മൈനോറിറ്റി 0.1% ആൾക്കാർ ഇതുപോലെ ഉള്ള ആൾക്കാരുണ്ടോയെന്ന് അറിയില്ല. ഇവർ തന്നെ ആ സിനിമയിൽ എങ്ങനെയാണല്ലോ, ഇവർ ക്യാൻസൽ പോയപ്പോൾ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, ആ ആക്ടേഴ്സ് ആണെന്ന് നമുക്ക് തോന്നില്ലല്ലോ. അതുപോലെ ഏതോ 70s-ലോ 60s-ലോ ഉള്ളൊരു കൈൻഡ് ഓഫ് പീപ്പിളിനെ പോലെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ആൾക്കാരുടെ ഇമോഷൻസും കാര്യങ്ങളൊക്കെ പോർട്രേ ചെയ്തിരിക്കുന്നത്. ഓവർലി ഡ്രമാറ്റിക് ആൻഡ് ആർട്ടിസ്റ്റിക് ആയി കഴിഞ്ഞാൽ സിനിമയ്ക്ക് ക്വാളിറ്റി ഒന്നും ഉണ്ടാവണമെന്നൊന്നുമില്ല. കുറേ അധികം വിവരമില്ലാത്ത അല്ലെങ്കിൽ വേൾഡ് സിനിമ കണ്ടിട്ടില്ലാത്ത പലരും വിചാരിക്കും അയ്യോ ഇതിൽ എന്തൊക്കെയോ ഉണ്ട്, പക്ഷെ ഒരു കോപ്പുമില്ല. എത്രയോ ആർട്ടിസ്റ്റിക് സ്റ്റുപ്പിഡിറ്റി ആയിട്ടുള്ള സിനിമകളുണ്ട്. വെറുതെ ഞാൻ ആർട്ട് മൂവി ഡയറക്ടറാണ് അല്ലെങ്കിൽ ഞാൻ ഇൻ്റലക്ച്വൽ സിനിമാസ് മാത്രമേ എടുക്കൂ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും സാധനം എടുത്തു വെച്ച് എന്തെങ്കിലും വിവരക്കേട് കാണിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു കോപ്പും ഉണ്ടാവില്ല. ബേസിക്കലി ഇറ്റ് ഷുഡ് ബി സിനിമാറ്റിക്. സിനിമ ഷുഡ് സ്പീക്ക് വിത്ത് ഓഡിയൻസ്. ഞാനതാണ് വിശ്വസിക്കുന്നത്. ഇതിൽ ആദ്യം തന്നെ എനിക്ക് ക്രിഞ്ചായി തോന്നിയ കുറേ സീനൊക്കെ ഉണ്ട്. അതൊക്കെ ആക്ട് ചെയ്യാൻ വേണ്ടി ആക്ട് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. കാരണം ദിവ്യപ്രഭയുടെ ഒരു ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ സീനിൽ അവിടെ ഇരിക്കുമ്പോൾ ബോറടിച്ച് അല്ലെങ്കിൽ അവരിഷ്ടപ്പെടുന്ന ആർക്കോ വേണ്ടി കാത്തിരുന്ന് ഇന്ന് സമയം ഒന്ന് പോക്കിയിട്ട് വേണം അവനെ കാണിക്കാനുള്ള തരത്തിലുള്ള ഒരു ഇമോഷൻസ് കാണിക്കുന്ന ഒരു സീനുണ്ട്. അവരുടെ ഒരു ക്യൂബിക്കിളിൽ അല്ലെങ്കിൽ റിസപ്ഷനിലോ മറ്റേ ഇരുന്നിട്ട് അല്ലെങ്കിൽ ഒരു നേഴ്സസ് ക്യാബിനിൽ ഇരുന്നിട്ട് അവിടെ കിടന്ന് കസേരയിട്ട് കറങ്ങുന്നതും മറ്റേ മീനിൻ്റെ ഇത് ആ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. അത് കാണിക്കുമ്പോൾ എന്തൊരു ബോറായിട്ടാണ് തോന്നി അറിയാം. എത്രയോ മനോഹരമായിട്ട് വേറെന്തെങ്കിലും ആയിട്ട് അത് കാണിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് കാണിച്ചാൽ മതി, അല്ലെങ്കിൽ വല്ല ഉറങ്ങിപ്പോകുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓരോ ആൾക്കാരുടെ ഇഷ്ടം. പക്ഷേ ഈ കാണിച്ചത് വളരെ ബോറായിട്ടും ക്രിഞ്ചായിട്ടും തോന്നി. അതുപോലെ തന്നെ സത്യം പറഞ്ഞാൽ ഇപ്പം ഓസ്കാർസിലേക്ക് ഒഫീഷ്യൽ സെലക്ഷനായിട്ട് നമ്മുടെ ലട്ടപ്പെട്ട ലേഡീസ് അയച്ചിട്ടില്ലേ, അത് വളരെ നന്നായി എന്ന് എനിക്ക് തോന്നുന്നു. അതൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് അതിന് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. വൈഡ് ഓഡിയൻസിനെ അതിന് എൻഗേജ് ചെയ്യാനും അല്ലെങ്കിൽ കാണുമ്പോൾ ഇറ്റ് ഹാസ് സം ക്വാളിറ്റി, ഇറ്റ് സ്പീക്സ് വിത്ത് ഓഡിയൻസ് ഇൻ സം ലെവൽ. അങ്ങനെ ഒരു ഫീൽ ആ സിനിമയ്ക്ക് തരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഈ സിനിമയ്ക്ക് ഒന്നും തരാൻ കഴിഞ്ഞിട്ടില്ല. ജസ്റ്റ് ഫുള്ളിരുന്ന് കണ്ടു എന്നല്ലാതെ പ്രത്യേകിച്ച് ഒന്നും തരാൻ കഴിഞ്ഞിട്ടില്ല. ഇത്രയും വലിയ പേരും സംഭവമൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ കാണുകയില്ല. പക്ഷേ എനിക്ക് കനി കുസൃതി അഭിനയിച്ചിരിക്കുന്ന ഈ അടുത്ത് കണ്ട ഒരു സിനിമ ഭയങ്കര നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഗേൾസ് വിൽ ബി ഗേൾസ്. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അതിൽ ഇമോഷൻസ് ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്.
കനി ഭയങ്കര നല്ലൊരു ആക്ട്രസ് തന്നെയാണ്. ആ ഒരു ആക്ട്രസിന് ഇവരെയൊക്കെ കിട്ടിയിട്ട് എനിക്ക് ഒന്നും ഇതായിട്ടില്ല. എന്താണിത്? ഇറ്റ്സ് ജസ്റ്റ് സംതിങ് എൽസ്, ജസ്റ്റ് ആൻ അനദർ ആർട്ടിസ്റ്റിക് സംതിങ്, അത്രേ പറയാനുള്ളൂ. പക്ഷേ ഗേൾസ് വിൽ ബി ഗേൾസ് ആബ്സല്യൂട്ട്ലി ലവ്ഡ് ഇറ്റ്. ഇപ്പോൾ കണ്ടത് ഇമോഷൻസ് ഒക്കെ അത്രയും ഇതായിട്ട് അതിൽ കാണിച്ചു എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള സീൻസ് മാത്രം എത്ര ബ്യൂട്ടിഫുള്ളിയാണ് അതിൽ ഓരോ കാര്യങ്ങളും പോർട്രേ ചെയ്തിരിക്കുന്നത്. പെർഫെക്ഷൻ ഉണ്ട് അതിലെല്ലാത്തിലും. ഇതിൽ പെർഫെക്ഷൻ ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷേ ഇതിൻ്റെ സംതിങ് ഈസ് മിസ്സിങ്. ദ സോൾ, വേർ ഇസ് ഇറ്റ്? ഇറ്റ്സ് നോട്ട് ഈവൻ കണക്റ്റിംഗ് വിത്ത് ദ ഓഡിയൻസ്. മെജോറിറ്റി ഓഫ് ദ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ, കോമൺ ഓഡിയൻസ് ഇത് കണ്ടു കഴിഞ്ഞാൽ അതായിരിക്കും പറയുന്നത്. ഇനിയിപ്പോൾ കോമൺ ഓഡിയൻസിന് വേണ്ടിയിട്ടല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എത്രയോ സിനിമകൾ കണ്ടിട്ടുണ്ട്. ധോബി കട്ട് പോലുള്ള സിനിമകളൊക്കെ സ്പീക്സ്. എന്താണ് അതിൽ മുംബൈയുടെ ഇമോഷൻസ് എടുത്തിരിക്കുക, അതൊക്കെയാണ് മുംബൈയുടെ സിനിമ. ദിസ് നത്തിങ്. എനിക്കതാണ് തോന്നുന്നത്. അപ്പോൾ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ താല്പര്യമുള്ള ആൾക്കാർ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ പോയിട്ട് സിനിമ കാണുക. എന്തായാലും ഒഫീഷ്യൽ ഓസ്കാർ സെലക്ഷനിൽ ഇത് കൊടുക്കാത്തത് എന്തായാലും നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ഓൺ ബിലോ. ലാസ്റ്റ് ഇയറിൽ ഇറങ്ങിയ സിനിമയാണല്ലോ, കണ്ട 10 സിനിമകളിൽ വെക്കാൻ വരെ തോന്നാത്ത ഒരു സിനിമയാണ് സത്യം പറഞ്ഞാൽ, ആണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ നിങ്ങൾക്ക് എതിരഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തും. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ. വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.